നമുക്ക് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാവുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ വെച്ചപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നതോടുകൂടി നമുക്ക് സവാള ഇടാം. അപ്പോൾ കടുക് പൊട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം ഒരു നുള്ളും ജീരകം, ഒരു നുള്ളു ചെറുജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കാം ഒരു മണത്തിൽ. നന്നായി ഇളക്കി കൊടുത്ത് അത് വഴറ്റിയെടുക്കാം. നന്നായി ഇളക്കി അത് വഴന്ന് വരട്ടെ. സബോള ഒരു ഇതായി വന്നിട്ട് ഇപ്പം നമുക്ക് പച്ചമുളക് ഇടാം. ഒരു തുണ്ട് ഇഞ്ചി ഇടാം. ചെറിയ പൊടി ഇട്ടിട്ടുണ്ട്. വേപ്പിലയും അതിൽ കിടന്നിട്ടായ അപ്പോൾ പച്ചമുളകൊക്കെ പോട്ടെ. ഇതിൽ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടുണ്ട്. ഒരു തുണ്ട് മഞ്ഞൾ ഇട്ടുണ്ട്. പച്ചമുളക് കൂടി പോട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അത് കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി അതിൻ്റെ അടിയിലേക്കൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ അത് മാത്രം അവിടെ കിടന്ന് കഴിയും. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഉള്ളിലേക്ക് എല്ലാത്തിലേക്കും എത്തണമല്ലോ. അപ്പോൾ നമ്മൾ അടിയിൽ മാത്രം കത്താതെ ഇങ്ങനെ മുകളിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ അടിഭാഗം അവിടെ കയ്യിൽ കരി പിന്നിരിക്കുന്നു ആവില്ല. പിന്നെ ബാക്കിയുള്ള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കറക്റ്റായി വന്നപ്പോൾ ഇതിൽ ഞാൻ നാളികേരം ചേർത്തുന്നത് കാണിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഇതാണിപ്പം നമ്മുടെ ഇന്നത്തെ ക്യാരറ്റ് തോരൻ. നാളികേരം ഒരു അരമുറി നാളികേരം ഞാൻ ചേർത്തത്.
ഇന്നത്തെ നമ്മുടെ ക്യാരറ്റ് തോരൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.